ശാശ്വതമായ ഒരു ലോക ജീവിതം നമുക്കിവിടെ ഇല്ല. നമുക്ക് അല്ലാഹു നൽകിയത് ഒരു ടെമ്പററി ലൈഫാണ്. താൽക്കാലികമായിട്ട് മാത്രമേ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഒരു എവർലാസ്റ്റിംഗ് ലൈഫ്, നമ്മൾ എന്നും സ്വപ്നം കാണുന്ന നിത്യമായ നിത്യതയുടെ വസന്തത്തിൽ, നിത്യതയുടെ ലോകത്ത് ഒരു എവർലാസ്റ്റിംഗ് ലൈഫ്, അത് നയിക്കാൻ നമുക്ക് അല്ലാഹു നൽകിയത് പരലോകം മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടെ, നമുക്ക് മുമ്പേ കടന്നുപോയ മഹത്തുക്കളായ ആളുകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് നാം കടന്നു വരണം. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്, അദ്ദേഹം നമുക്ക് നൽകിയ വലിയ ഒരു ഉപദേശമുണ്ട്. ആ മഹാൻ ജനിച്ചത് തന്നെ പുണ്യ മദീനയിലാണ്, എന്നാൽ ജീവിക്കാൻ തെരഞ്ഞെടുത്തത് ബസറയിലാണ്. താബീഈങ്ങളിൽപ്പെട്ട ഉന്നതനായ പണ്ഡിതൻ, പ്രമുഖനായ വാഗ്മി, സൂഫി മഹാനവറുകൾ മരിക്കുന്നതിന് മുമ്പ് സമൂഹത്തിന് നൽകിയ വലിയ ഒരു സന്ദേശമുണ്ട്. നിരവധി സ്വഹാബാക്കളെ കണ്ടുമുട്ടിയ മഹാൻ അവരിൽ നിന്നൊക്കെ വിജ്ഞാനം സ്വീകരിച്ച് ലോകത്തിന് അറിയപ്പെട്ട വലിയ സൂഫി പാരമ്പര്യത്തിന്റെ നേതാവായി വിഹരിക്കുന്ന മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലോക ജനങ്ങൾക്ക് നൽകിയ സന്മാർഗത്തിന്റെ ഉപദേശമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നമാ അൻത അയ്യാം, നിങ്ങൾ ഓരോരുത്തരും ദിവസങ്ങളുടെ കൂട്ടം മാത്രമാണ്. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക്, ഓരോ ദിവസവും കടന്നു പോകുമ്പോ, ഒരു ദിനം നിങ്ങളിൽ നിന്ന് കടന്നു പോകുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പൂർത്തിയായിരിക്കുന്നു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് പലതും നാം നേടിയിട്ടുണ്ടാകും, പലതുമാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, സമയം വളരെ കുറവാണ്. അമൂല്യമായ സമയങ്ങളിൽ നാം നന്മകളുടെ വിധേതാക്കളായി ജീവിച്ചുകൊണ്ട് പരലോകത്തിന്റെ വിജയികളായി മാറാൻ ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പരിശുദ്ധമായ ദീൻ നമ്മളോട് പറയുന്നത്. കാരണം നാം ഓരോ ദിവസങ്ങളുടെയും കൂട്ടമാണ്. മനുഷ്യരായി ജീവിക്കുന്ന നാം, മനുഷ്യരായിട്ട് അറിയപ്പെടുന്ന നാം, പലതും ഈ ലോകത്ത് നേടിയിട്ടുള്ള നാം ദിവസങ്ങളുടെ കൂട്ടങ്ങൾ മാത്രമാണ്. ഒരു ദിവസത്തെ പോലും തടഞ്ഞു വെക്കാൻ നമുക്ക് പറ്റൂല. ഇന്നിതാ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. നാളെയുടെ പിറവിക്കായി ലോകം കാതോർത്തിരിക്കുന്നു. ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നാം എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും ഈ പ്രകൃതിയോട് ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐസ് ക്യൂബ് പോലെ പ്രകാശിതമായ ലോകത്ത് നാം ജീവിക്കുമ്പോ നന്മകൾ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നാം തയ്യാറാവണം. നന്മയുടെ പൂക്കളെ ലോകത്തിന് സമ്മാനിക്കാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസങ്ങളുടെയും കൂട്ടമാണ് ഒരു മനുഷ്യരെന്ന് മഹത്തുക്കൾ നമ്മൾ പറഞ്ഞു തരുമ്പോ, ഒഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ ഇനി തിരിച്ചു വരില്ല എന്ന ഓർമ്മയോടെ ഒരുപാട് ഇബാദത്തുകളുമായി, ഒരുപാട് പുണ്യങ്ങളുമായി